ഈ സോൾജർ കയ്യിൽ ഒരു റോക്കറ്റ് ലോഞ്ചർ വെച്ച് ഓപ്പോസിറ്റിലുള്ള ഒരു മിലിറ്ററി ടാങ്കിനെ എയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടാങ്കിന്റെ അകത്തുള്ള സോൾജറും പുറത്തുള്ള ഇയാളും ആര് ഫസ്റ്റ് ഷൂട്ട് ചെയ്യുമെന്ന് വിചാരിച്ച് ഭയങ്കര ടെൻഷനിൽ ഇരിക്കുകയാണ്. അതേ സമയത്ത് ഒരു പക്ഷി ഒരു ഹെൽമെറ്റ് തട്ടിവിട്ടതും അത് നിലത്ത് വീണ സൗണ്ട് കേട്ടതും അടുത്ത സെക്കൻഡിൽ തന്നെ അവരും നെട്ടിപ്പോയി. രണ്ടുപേരും ഒരേ ടൈമിൽ തന്നെ ഷൂട്ട് ചെയ്തു. ഭാഗ്യത്തിന് ആ മിലിറ്ററി ടാങ്കിന് ഒന്നും പറ്റിയില്ല, അതിന്റെ ബാരൽ മാത്രം വളഞ്ഞുപോയി. എന്നാൽ അത് ആ സോൾജർ കണ്ടിട്ട് പോലുമില്ല. അടുത്ത ദിവസമാണ് അവൻ അത് കാണുന്നത് തന്നെ. കണ്ടത് ആകെ ഷോക്കായി പോയി. അവൻ അതിന്റെ മേലെ കയറി എങ്ങനെയെങ്കിലും അത് സ്ട്രെയിറ്റ് ആക്കാമെന്ന് നോക്കി. എന്നാൽ ഒരു ഇഞ്ച് പോലും അനക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവൻക്ക് ഒരു വഴിയുമില്ലാതെ ആ ഡാമേജ് ആയ ടാങ്കുമായിട്ട് അവന്റെ മിലിറ്ററി ബേസിലേക്ക് പോകണം. പോകുന്ന വഴിയിൽ വരെ എനിമീസിന്റെ ബോർഡർ വരെ ഉണ്ട്, അതെല്ലാം കടന്നിട്ട് വേണം പോകാൻ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നോക്കിയാൽ എനിമീസിന്റെ ഫൈറ്റർ ജെറ്റ് വന്ന് ഇവന്റെ ടാങ്കിനെ നോക്കി ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് കണ്ട് ഇവൻക്കും ഭയങ്കര ദേഷ്യം വന്നു. കയ്യിൽ ഒരു മെഷീൻ ഗൺ എടുത്ത് ഇവന് നിർത്താതെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അതിൽ ആ ഫൈറ്റർ ജെറ്റിന്റെ വിങ്സിന് ഓട്ട വീണു. അതിനെ കൊണ്ട് പറക്കാൻ പറ്റാത്ത നിലത്തേക്ക് ലാൻഡായി. ഇവന് ഈ അവസരം മുതലാക്കി ആ ടാങ്ക് എടുത്ത് സ്പീഡിൽ ഫൈറ്റർ ജെറ്റിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങി. നോക്കിയാൽ എനിമിയും അവന്റെ ഫ്ലൈറ്റ് തിരിച്ച് എങ്ങനെയെങ്കിലും സ്പീഡിൽ ടേക്ക് ഓഫ് ചെയ്യാൻ നോക്കി. എന്നാൽ അതിനുള്ളിൽ തന്നെ ഇവനും അവന്റെ തൊട്ടടുത്ത് വന്ന് ടാങ്കർ പല രീതിയിലും തിരിച്ച് ആ ഫ്ലൈറ്റർ ജെറ്റിനെ തന്നെ ഡാമേജ് ആക്കി വിട്ടു. അതിനെ കൊണ്ട് പറക്കാൻ പോലും പറ്റുന്നില്ല. സേഫ് ആയിട്ട് ലാൻഡായി രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ ആ ടാങ്കറിന് ഇപ്പോൾ ലാംബോർഗിനിയുടെ സ്പീഡാണ്. ആ സ്പീഡും വെച്ച് പിന്നാലെ തന്നെ പോയി. പോകുന്ന വഴിയിൽ ഒരു പൊളിഞ്ഞു പോയ പാലമുണ്ട്, അതിനകത്തേക്ക് ഈ ഫ്ലൈറ്റും പോയി വീണു. ഭാഗ്യത്തിന് പിന്നാലെ വന്ന ഇവൻ മാത്രം അവസാന നിമിഷത്തിൽ ബ്രേക്ക് പിടിച്ച് രക്ഷപ്പെട്ടു.